ആ ഇതിപ്പോ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞോണ്ടിരുന്നല്ലേ, ഒരിക്കലും കാണാൻ പോകണല്ലോ. മീര ഞാനിപ്പോ വിളിക്കാട്ടാ. എത്ര നേരം ഫോൺ വിളിക്കാൻ തുടങ്ങിയിട്ട്? 1.5 മണിക്കൂറായി നീ ഫോണിൽ കിടന്ന് തൂങ്ങണേ. അമ്മ ആദ്യം ഞാൻ സിദ്ധുവിനെ വിളിച്ച്, അതിന് കുഴിപ്പളത്ത് അമ്മ വിളിച്ച്, പിന്നെ ഇപ്പം മീര വിളിച്ചതാ. അമ്മയ്ക്ക് അറിയില്ല എന്റെ ഫ്രണ്ട് മീര. നിന്റെ എല്ലാ ഫ്രണ്ടിനും എനിക്കറിയാം. നീ അടുക്കളയിലേക്ക് വരണില്ലേ? അടുക്കളയിലോട്ട് വരണം എന്ന് നിർബന്ധമാണോ? എന്തോ? അല്ല അടുക്കളയിലേ എല്ലാ ദിവസവും ജോലി ചെയ്യാൻ വരണം എന്ന് നിർബന്ധമാണോ? അടുക്കള എല്ലാ ദിവസവും വരണമെന്ന് നിർബന്ധമാണ്. എന്താ? അതെന്താന്ന് വെച്ചാൽ ഇവിടെ വേറെ ഒന്നിനും പോണമെന്നില്ലല്ലോ, വെറുതെ നിൽക്കല്ലേ. ഓഹോ അങ്ങനെയാണ്. ആ അങ്ങനെയാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വെറുതെ ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ നടക്കില്ല. അപ്പൊ മാസാമാസം ഞാനൊരു എമൗണ്ട് തരുന്നില്ലേ അതോ? അയ്യോ മാസാമാസം ഞാനും കുറെ എമൗണ്ട് ഇവിടെ ചെലവാക്കണ്ട്. ഞാനും അങ്ങനെ വെറുതെ ഇരിക്കാൻ നോക്കിയാലോ? അപ്പൊ ഞാൻ ഇവിടെ നിക്കണെങ്കിൽ വീട്ടിൽ ജോലി ചെയ്തേ പറ്റുള്ളൂ അല്ലേ? ഒന്ന് വന്നേലേ ഇങ്ങോട്ടൊന്ന്. അമ്മ അത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താണ്? ഞാൻ ഇവിടെ നിക്കണെങ്കിൽ വീട്ടിൽ ജോലി ചെയ്തേ പറ്റുള്ളൂ? ആ പറ്റുള്ളൂ. അങ്ങനെയാണോ? ആ അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അമ്മ ഇതെല്ലാം വേറെ ഷോ അമ്മ. ഷോയാണോ? കുഞ്ഞു ഷോ കാണിക്കോ? ഇപ്പൊ കാണിക്കില്ല, പിന്നെ കാണിക്കോ അല്ലേ? ചിലപ്പോഴൊക്കെ. കള്ളി. എല്ലാവർക്കും കൂടെ പഴയെടുത്തുവാന്ന് പറഞ്ഞായിരുന്നു. അതെ പറഞ്ഞായിരുന്നു. എന്തേ? ഒന്ന് പോയാലോ? ഭയങ്കര ബോറടി. കുഞ്ഞേച്ചിക്ക് ബോറടിക്കണ? അശ്ശോ ഭയങ്കര കഷ്ടമാണല്ലോ അത്. ബോറടി മാറ്റാൻ എന്താ ചെയ്യണ്ട ഇപ്പൊ? ഡെറ്റി ചേച്ചിയും കൂടെ വന്നില്ലല്ലോ. പിടിച്ചോണ്ട് വാമ്മ. അവക്ക് വല്ല വഴക്കും അടിയൊക്കെ കൊടുക്കാൻ പോകുന്ന പറഞ്ഞാ നിനക്ക് ഭയങ്കര ഉത്സാഹമാണല്ലേ? നോക്കി വെച്ചിരിക്കണ്ട നിന്നെ അവള്. ചേച്ചിയുടെ വഴട്ടത്തേ ഉള്ളു, അടിക്കൂല. അടിക്കൂല, അധികം താമസിക്കാതെ കിട്ടിക്കോളൂ. ഞാൻ പോവാ. ആ ഞാൻ പോവാന്ന്. പോയാ ഒരാഴ്ച ആയിട്ട് വന്നാ മതി കേട്ടോ. പെട്ടെന്നൊന്നും വരാൻ നിൽക്കണ്ട പടവൽ അല്ല കുഴിപ്പള്ളത്തുനിന്ന്. ഒരു മാസം നിന്നാലും കുഴപ്പമില്ല. അതിന് ഞാൻ കുഴിപ്പളത്ത് പോവാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അപ്പൊ കുഴിപ്പള്ളത്തല്ലേ പോണത്? അല്ല ഞാൻ എവിടെയാ പോണെന്ന് ചോദിക്കാത്ത എന്താ? എന്തിന്? അല്ല അത് എന്നാലും അങ്ങനെയല്ലല്ലോ. ഞാൻ ഇവിടുന്ന് ഒരു സ്ഥലത്തോട്ട് പോകണമെന്ന് പറയുമ്പോ ഏതമ്മയായാലും ചോദിക്കുമല്ലോ എവിടെ പോവാണെന്ന്. വേണമെങ്കിൽ ചോദിക്കാം. വേണമെങ്കിൽ ചോദിക്കാന്നാ? അപ്പൊ എന്റെ കഥ യാതൊരു ഉത്തരവാദിത്വം ഇല്ല അമ്മയ്ക്ക്. എന്തിന്? നീ പ്രായപൂർത്തിയായ ഒരു വലിയ യുവതിയല്ലേ, നിനക്ക് നിന്റേതായ സ്ഥലത്ത് പോകാൻ നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അല്ല എന്നാലും അങ്ങനെ അല്ലല്ലോ. വെറുതെ ചൊറഞ്ഞോണ്ട് നിൽക്കാണ്ട് എവിടെ പോവാന്ന് വെച്ചാ പോയിട്ട് വാ ചെല്ലി. അതമ്മ ഞാനൊരു കോഴ്സിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോവാ. ചിരിക്കുന്ന ഈ കോഴ്സിന്റെ അർത്ഥം എന്താന്നൊക്കെ വല്ലതും അറിയോ? അവൾ എപ്പോഴും കേൾക്കണല്ലേ കോഴ്സ് കോഴ്സ് എന്ന്, അതുകൊണ്ട് വെച്ച് ചിരിച്ചു പോയതാ അല്ലേ? കോഴ്സ് ഒന്ന് പറയത്തേ ഉള്ളൂ, ഒന്നിനും പോത്തില്ല. എന്നെ കളിയാക്കി കിട്ടണ ഒരു അവസരം പോലും പാഴാക്കരുത് കേട്ടാ പാറുവേ. എന്ത് കോഴ്സിനാണ് മാഡം പോണത്? അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും ഒരു നല്ല കോഴ്സ് കണ്ടുപിടിച്ച് ചേർന്നിട്ട് ഞാനും നല്ല തിരിച്ചിങ്ങോട്ടുള്ളൂ. ഓ വാശിയുടെ പുറത്തുള്ള കോഴ്സാണ്. ആ അടുക്കളയിലെ ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് ആണെന്ന് എനിക്കറിയാം. പോയിട്ട് വാ. ഇതെന്താ പച്ചക്കറിയാ? സ്പെഷ്യൽ ഒന്നുമില്ലേ? ഇല്ല. എന്താ സ്പെഷ്യൽ ഇല്ലാത്ത? എന്ത് സ്പെഷ്യല്? അല്ല സാധാരണ ഒരു വീട്ടില് മീൻകറിയെങ്കിലും ഉണ്ടാവുമല്ലോ, ഇന്നിപ്പോ മീനൊന്നും ഇല്ലേ? ഇവിടെ നിന്ന് പച്ചക്കറിയേ ഉള്ളൂ. ഇന്നലെ പച്ചക്കറി ആയിരുന്നില്ലേ അമ്മ? ചിലപ്പോ നാളെയും പച്ചക്കറി ആയിരിക്കും. എന്താ അമ്മ ഇവിടെ മീൻ കഴിക്കണം ആഗ്രഹമുള്ളവരൊക്കെ ഇല്ലേ? എനിക്ക് പച്ചക്കറിയാണ് ഇഷ്ടം, അതുകൊണ്ട് പച്ചക്കറി ഉണ്ടാക്കാനുള്ളു. ഞാൻ മാസം മാസം പൈസയൊക്കെ തരുന്നല്ലേ, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കിട്ടണം. അതൊക്കെ അവിടെ കുഴിപ്പള്ളത്തെ കിട്ടുള്ളൂ, ഇവിടെ ഇതൊക്കെ പറ്റുള്ളൂ. അതെങ്ങനെ ശരിയാവും? നിനക്ക് അങ്ങനെ കഴിക്കണമെങ്കിൽ നീ പോയി മേടിച്ചിരുന്ന് ഉണ്ടാക്കി കഴിക്കി. ഇവിടെ ഞാൻ പറയുന്നതാണ് നിയമം. ആയിക്കോട്ടെ, ഞാൻ പോയിട്ട് വരാം. എപ്പോ വരും പോയിട്ട്? അത് പറയാൻ പറ്റൂല, ചിലപ്പോ കുറച്ചൊക്കെ ലേറ്റ് ആവും. ഇവിടെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരുണ്ട് വീട്ടില്. എപ്പോ വരുമെന്ന് പറഞ്ഞിട്ട് വേണം പോവാൻ. ആഹാ ഇപ്പൊ അങ്ങനെയായാ? എന്താ 2 മണിക്കൂറിൽ പോയിട്ട് വരാം. ആ പോയിട്ട് വാ. ഒന്നോച്ചുള്ള നോട്ടം കണ്ടാലും മതി. കണ്ണ് ഓ നല്ല സൂപ്പർ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇപ്പോഴാണ് കണ്ണ് കണ്ടത്. സംസാരം കേൾക്കാൻ നല്ല രസമായിരുന്നു. ആണോ? രസമായിരുന്നോ? കേട്ട് പഠിച്ചോ കേട്ടോ. എന്നിട്ട് എല്ലാം ഇതേപോലെ തന്നെ ഇങ്ങോട്ട് ആവർത്തിച്ചോ.